കേരളത്തില് അല്ലല്ല മലയിലാണ് യുഎയില്. വെറുതെ തള്ളുകയാണേ. മിണ്ടാണ്ടിക്ക് ഞാനത് തുടങ്ങട്ടെ. വന്നു കഴിഞ്ഞാൽ അതാ പ്രശ്നം. വന്നു കഴിഞ്ഞാൽ സംസാരം നിർത്തൂല. ഇല്ലാത്തതിന്റെ കുറവ് പറഞ്ഞപ്പോ മനസ്സിലില്ലേ എല്ലാവർക്കും. നമുക്കൊരു മിനിറ്റ് നമുക്ക് അതിലേക്ക് പോവാം. പോയിട്ട് ആദ്യം റിസൾട്ട് നോക്കിയിട്ട് പോവാം. റിസൾട്ട് നോക്കാനൊന്നുമില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്നിട്ട 4 ട്രേഡും അന്തസ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ടോട്ടൽ PL എന്ന് പറയുന്നത് മൈനസിലാണ്. 1170 ആണ്. $1170 ലോസ് ആണ്. ഇട്ടിരിക്കുന്ന 4 ട്രേഡ് നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അന്നത്തെ പോലെ നമുക്ക് എന്താണ് ഇന്നും അനാലിസിസ് ചെയ്യണ്ടേ. വലിയ ലോസുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ആളുകൾക്ക്. അത് വലിയ ലോട്ട് എടുക്കുന്ന ആളുകൾക്കായിരിക്കും വലിയ ലോസ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം കീർത്തികിന്റെ 2 ട്രേഡ് അനാലിസിസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെയ്യാം. എൻ്റെ 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒറ്റ ട്രേഡ് തന്നെ 2 സമയത്ത് എടുത്തു എന്നുള്ളതാണ്. എനിവേ കീർത്തികിന്റെ 2 ട്രേഡിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, കീർത്തികിന്റെ ആദ്യത്തെ ട്രേഡ് ഇതായിരുന്നു. കീർത്തി ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കീർത്തി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഏരിയകൾ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീർത്തി കൂടെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഉണ്ട്, നോക്കിയിരുന്നോ? നോക്കിയിരുന്നോ? ആക്ച്വലി ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക എപ്പോഴും എന്താണ് അതിന് ശേഷം വേറെ എന്തെങ്കിലും ട്രെൻഡ് ലൈൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഓൾറെഡി എന്താണ് ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ സക്സസ് തന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന ട്രെൻഡ് ലൈൻ സക്സസ് തന്നിട്ടുണ്ട്. കാരണം ഇതാണ് 3ാമത്തെ പോയിന്റ് വന്നിരിക്കുന്നത്. 3ാമത്തെ പോയിന്റ് നമുക്ക് എന്താണ് സക്സസ് തന്നിട്ടുണ്ട്. അത്യാവശ്യം അതിനൊരു റണ്ണിങ് തന്നിട്ടുണ്ട്. എനിവേ ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നെങ്കിലും അവിടെ എത്താണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, താഴോട്ടേക്ക് ഒരു മൂവ്മെന്റ് വന്നത്. കീർത്തികിന്റെ വ്യൂ ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴ്ത്തിക്ക് വന്നു അല്ലെ. ഇവിടെ വരെ വന്നില്ലേ 222 ഒരു സംതിങ്ങിൽ വന്നു അല്ലെ. 23 ഇവിടെ നേരത്തെ ഇത് കാണുന്നില്ല. 23.01 വരെ വന്നില്ല. 0.1 ഇവിടെ വരെ വന്നു. 22.99 വരെ വന്നത്. എന്നിട്ടാണ് ഇവിടുന്നാണ് കയറിപ്പോയത്. വ്യൂ ഒക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. കാരണം റിടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ വന്നിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എത്താണ്ടാണ് മാർക്കറ്റ് താഴ്ത്തിക്ക് വന്നത്. പിന്നെ അത് മാത്രമല്ല ഒരു ബ്രേക്ക് ഔട്ടും ഇവിടെ ക്ലിയർ ബ്രേക്ക് ഔട്ടും വന്നു. ഇടയെന്നും കൂടിയാണ് വരച്ചത്. ഞാൻ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് തന്നെ വരയ്ക്കണം. ഞാൻ കീർത്തികിനോട് പറഞ്ഞു, കീർത്തിക്ക് എനിക്ക് തോന്നുന്നു മോളിന്ന് മാർക്ക് ചെയ്യുന്നതാണ്. ഇതൊന്നും എടുക്കരുത് കീർത്തിക്ക്, കണ്ടോ? ഇതൊന്നും എടുക്കരുത്. ഈ ഒരു ചെറിയ മൈനർ ആയിട്ടുള്ളതൊന്നും എടുക്കരുത്. ആക്ച്വലി ഇത് ഇവിടുന്ന് തന്നെ വരണം. എടുക്കുമ്പോൾ തന്നെ എടുത്താലും ഫെയിലർ ആണത്. എടുക്കുമ്പോൾ തന്നെ എന്ത് വരണം, ഇവിടുന്ന് വരണത്. രണ്ടാമത്തെ ടെസ്റ്റ് ഇവിടുന്ന് തന്നെ വരണം. മനസ്സിലായോ? കാരണം ഈ ഒരു ഹൈ ആണ് ബ്രേക്ക് നടന്നിരിക്കുന്നത്. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, ഇത് സംഭവിക്കണം. ഐ മീൻ അതിന്റെ ലോ ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഏതാണ് പറയുന്ന സമയത്ത് ഇതാണ് ബ്രേക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റീടെസ്റ്റ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ പോയിന്റ് വരിക. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. എനിവേ എടുത്തതിൽ എന്തൊരു പ്രോബ്ലം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വരച്ചതിന്റെ കുറച്ചൊരു പ്രോബ്ലം ആണത്. നോ ഇഷ്യൂ, നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. അത് പ്രോബ്ലം ഉള്ള കാര്യമല്ല, കറക്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് തന്നെ മുകളിലേക്ക് തന്നു. വ്യൂ കറക്റ്റ് ആയിരുന്നു. ആദ്യത്തെ ട്രേഡിന്റെ അതായിരുന്നു. നമുക്ക് ഏകദേശം എത്ര പിപ്പിന് ലോസ് വന്നിട്ടുണ്ട്, ഒരു $100 എടുത്ത് ഏകദേശം ഒരു 10 പിപ്പോളം നമുക്കിവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. 303,720 നിന്ന് 302,785 വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ $100 വന്നിട്ടില്ല അല്ലേ. ഐ മീൻ അത്ര വന്നിട്ടില്ല. പിന്നെ സ്പ്രെഡൊക്കെ കൂട്ടി വരുന്ന സമയത്ത് ഏകദേശം ഒരു $100 ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ വേറെ ഒരെണ്ണം ഞാൻ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിക്കുക. റീടെസ്റ്റ് വരാത്ത ഏരിയകൾ ശ്രദ്ധിച്ചതിന് അത് മറക്കരുത്. കീർത്തിനോടെ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറക്കരുത്, റീടെസ്റ്റ് വരാത്ത ഏരിയകൾ ശ്രദ്ധിക്കാറ്. എന്തായാലും ഇത് ലോസ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബ്രേക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തത് നന്നായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല ഇത് ബ്രേക്ക് ആവില്ലേ എന്ന് പറയാൻ പറ്റില്ല. അത് വേറൊരു കാര്യമാണ്. എന്തായാലും എടുത്തതിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എടുത്തതിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ കീർത്തിക്കിന് കൺഫർമേഷൻ കിട്ടി, അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തു. പക്ഷെ നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലേക്കുള്ള അപ്രോച്ച് ചെയ്യുന്നതാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 1 മിനിറ്റ് ആണ്. ഇനിയിപ്പോൾ 3 മിനിറ്റിലോ 5 മിനിറ്റ്സിലോ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവും, ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഇവിടുന്ന് റിവേഴ്സിൽ വന്നിട്ടുണ്ടല്ലോ, റിവേഴ്സിൽ വന്ന ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും എടുക്കുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ എടുക്കുന്നുണ്ടായിരിക്കും. അതെപ്പോഴും മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ കീർത്തിനോട് ഇന്നലെയും പറഞ്ഞിരുന്നു മാർക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം എന്നുള്ളത്. അത് മറക്കരുത് കേട്ടോ കീർത്തി കേട്ടോ. ഒന്നാമത്തെ ട്രേഡ് അതാണ്. അപ്പൊ ഏകദേശം ഒരു എത്ര വന്നിട്ടുണ്ട്, ഒന്നാമത്തെ 100 ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ 100 ലോസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തത് നോക്കാം.
രണ്ടാമത്തെ ഇപ്പൊ ലാസ്റ്റ് ഇട്ടതാണ് അല്ലെ? സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴേ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ ഉണ്ടായിരുന്നു. റിവേഴ്സ് പറഞ്ഞിട്ടില്ലെന്നോ അതൊക്കെ? നോക്കിയില്ലായിരുന്നു പിന്നെ അതുണ്ട്. അതൊക്കെ ഞാൻ കീർത്തിക്കിന് പറഞ്ഞിട്ടുണ്ടോ? വേറെ ആൾക്കാർക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല കീർത്തിക്കിന്. ചെറിയ പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ലോസ് അടിച്ചില്ലായിരുന്നു. ഓക്കെ. അല്ല, നമ്മളിപ്പോ ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടും. അത് നമ്മൾ സ്വയം ചെയ്യുന്ന പോലെയല്ല. സ്വയം ചെയ്യുന്ന പോലെയല്ല. ഇവിടെയും പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി കീർത്തി വരച്ചു തുടങ്ങിയത് ഇവിടുന്നാണ് വരച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞിരുന്നു വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കണം, ഹൈ പോയിന്റിൽ വരയ്ക്കണം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് ആണ് ഇത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വരുന്ന സമയത്ത് ആക്ച്വലി ഇവിടേക്കാണ് എന്ത് വരുന്നത്? ഇവിടെ എൻട്രി ടച്ച് തേർഡ് ടച്ച് വരുന്നത്. നോക്കി കഴിഞ്ഞാൽ കാണാം ഇതെന്താണ്, ഇവിടെ ക്ലിയർ ആയിട്ടുള്ള എന്തുകൊണ്ട് റെസിസ്റ്റൻസും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ? ഇതൊന്നാമത്തെ കാര്യം. ഞാൻ വരച്ചതിന്റെ ഒരു തെറ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കാണുന്നത് 1 മിനിറ്റിലാണ് കാണുന്നത്. ആ ഒരു ടൈം ഫ്രെയിമിൽ നോക്കുക. ആ ഒരു ടൈം ഫ്രെയിമിൽ ഇവിടെ എന്തെങ്കിലും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ചിലപ്പോൾ കിടക്കുന്നുണ്ടായിരിക്കും. ആ ടൈം ഫ്രെയിമിലേക്ക് നോക്കണം. ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ടായിരിക്കും. ഇത് 1 മിനിറ്റിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കാരണം 2 ക്യാൻഡിലേ ഉള്ളൂ. ഇവിടെ റീടെസ്റ്റ് വരാത്ത ഏരിയയും കൂടിയാണ്. പക്ഷെ 1 മിനിറ്റിലൊന്നും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് മുകളിലോട്ട് തന്നത്. മനസ്സിലാവുന്നുണ്ടോ കീർത്തി? ഇതൊരു 15 മിനിറ്റിലോ 5 മിനിറ്റ്സിലോ നോക്കി കഴിഞ്ഞാൽ കാണാം എവിടെ കിടക്കുന്നുണ്ടായിരിക്കും, എന്ത് കിടക്കുന്നുണ്ടാവും. നമ്മൾ സപ്പോർട്ട് കിടക്കണം. സോറി, നേരത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഷിഫ്റ്റ് തന്നത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യണം എന്തായാലും. ഈ ഞാൻ പറഞ്ഞിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വരുമ്പോൾ എന്തായിരിക്കും, നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വരുമ്പോൾ എന്തായിരിക്കും, റിവേഴ്സലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാലത്ത് ഇപ്പൊ നേരത്തെ ട്രേഡിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഒരു ഇന്നർ റിവേഴ്സൽ അല്ലെങ്കിൽ എന്താ പറയുക മൈനർ റിവേഴ്സൽ തന്നു. മൈനർ റിവേഴ്സൽ വന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് പോന്നിട്ട് അവിടുന്നാണ് മുകളിലോട്ട് എന്ത് തന്നത്, നമുക്ക് മൂവ്മെന്റ് തന്നത്. ഇതും ഏകദേശം അത് തന്നെയാണ് തന്നിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കാനാണ് വളരെ സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം എന്താണ്, ഇത്രയും വലിയൊരു ക്യാൻഡിൽ വീണിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ടാ പോയിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ടാ പോയിരിക്കുന്നത്. അപ്പോൾ അപ്പൊ അതുണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അത് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ മുന്നും പറഞ്ഞിരുന്നു, അത് നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ വിന്നിങ് റേഷ്യോ കൂടുക ചെയ്യുന്നത്. അത് നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട് ഇന്നലെയും പറഞ്ഞല്ലോ ഞാൻ, അത് ഒഴിവാക്കി വിട്ടോ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടേക്ക് നോക്കുന്ന സമയത്ത് കാണാം എന്താണ്, ഇവിടെ ഈ ഒരു ഇത് സ്ട്രക്ചർ ചേഞ്ചിന്റെ ഒരു സാധ്യത തന്നിട്ടുണ്ട് അവിടെ അല്ലേ? ചെറിയൊരു സാധ്യത തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ അത്രയും വന്ന സ്ഥിതിക്ക്, സ്ട്രക്ചർ ചേഞ്ചിന്റെ ഒരു ചെറിയ സാധ്യത വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സപ്പോർട്ടിൽ നിന്നാണ് മുകളിലേക്ക് കയറി പോയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ ചേഞ്ചിന്റെ സാധ്യത തന്നിട്ടുണ്ട്. നല്ല ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു. അത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കായിരുന്നു. പക്ഷെ അപ്പോഴും 1 മിനിറ്റിന്റെ പ്രോബ്ലംസ് ഇതാണ്. കാരണം നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എല്ലാവരോടും കൂടി പറയുന്ന കേട്ടോ, 1 മിനിറ്റിന്റെ പ്രോബ്ലംസ് ഇതാണ്. എന്താണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള എന്തുണ്ട് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അല്ലേ? ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അവിടേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നോക്കിയാൽ കാണാം നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് തന്നത്. ഇതൊക്കെ മതി ആക്ച്വലി കൺഫർമേഷൻ എടുക്കാൻ. പക്ഷെ നമുക്ക് ഇവിടെ വില്ലനായത് എന്തായിരിക്കും, ഈ ഒരു പരിപാടിയാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് വില്ലനായത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനിക്കണം. അത് നമ്മുടെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാനിക്കണം. മാനിച്ചതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാടുള്ളൂ കേട്ടോ. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ്. ഇവിടെ ഏകദേശം $170 ലോസ് ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഷിഫ്റ്റ് തന്നു. ഇവിടെ ഓൾറെഡി ചെറിയ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതാണ് ഞാൻ കൂട്ടുന്നത്. ഒരു ഷിഫ്റ്റ് തന്നിട്ട് റീട്രേസ്മെന്റിന് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം അതേ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതെന്താന്നുള്ളത്, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കീർത്തി, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഇതെന്താന്ന് പറയും, ഈ ഏരിയയുടെ പ്രത്യേകത എന്താ പറയുക, ഇവിടെ വരെയുള്ള ഏരിയയുടെ പ്രത്യേകത, ഇത് റീട്രേസ്മെന്റ് ആണ്. ഹയർ ടൈം ഫ്രെയിമിന്റെ റീട്രേസ്മെന്റ് ആണ്. കീർത്തി മനസ്സിലായോ? ഹയർ ടൈം ഫ്രെയിമിന്റെ പുൾ ബാക്ക് അല്ലെങ്കിൽ റീട്രേസ്മെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സിംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഹയർ ടൈം ഫ്രെയിമിന്റെ റീട്രേസ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള പോലെയല്ല റൈറ്റ് സൈഡിൽ ട്രേഡ് എടുക്കുമ്പോൾ എന്താണ്, ഇത്തിരി റിസ്ക് കൂടും. കാരണം എന്താ വെച്ചാൽ ട്രെൻഡ് എന്താണ്, അപ്പാണ്. അപ്പിൽ നിന്ന് വരുന്ന റീട്രേസ്മെന്റ് ആണ്. അപ്പോൾ റീട്രേസ്മെന്റിൽ നമുക്ക് മിക്കവാറും 1 ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് നമ്മൾ ഒതുക്കേണ്ടി വരും. മൾട്ടിപ്പിൾ ട്രേഡ് 2ന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണ്ട, ശ്രമിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ?
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലെഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വലിയൊരു ആയുസ് ഉണ്ടാവില്ല. ഇതെന്തോ റീട്രേസ്മെന്റ് ലെഗാണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ ആക്ച്വലി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് കരുതുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഇതാണ്. അപ്പോൾ എന്ന് വിചാരിക്കുക, പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമല്ല വേറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രം. ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു റീട്രേസ്മെന്റ് ലെഗാണ്. ഈ ലെഗ് എപ്പോഴും എന്താണ്, ഇവിടെ സപ്പോർട്ട് എടുക്കാനായിരിക്കും വരിക. സ്ട്രോങ് സപ്പോർട്ട് എവിടെയാണ് അവിടുന്ന് എടുത്ത് അവരെന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റീട്രേസ്മെന്റ് ലെഗുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാനെടുത്ത ട്രേഡിന്റെ ഞാൻ ചാർട്ടിൽ തരാം. 4 ഹവറിലാണ് ഇരിക്കുന്നത്. ഞാനത് 1 ഹവറിലേക്ക് ആദ്യം മാറ്റാം. 1 ഹവറിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. 1 ഹവറിലേക്ക് ട്രേഡ് ഇതാണ് ഞാൻ എടുത്ത ട്രേഡ്. ഇവിടെ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എടുത്ത ട്രേഡ് ഇതാണ്. എടുക്കാനുള്ള കാരണം വളരെ സിമ്പിളാണ്, പറഞ്ഞിരുന്നു. ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് അനാലിസിസ് വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം എന്താണ്, ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. രണ്ടാമത് എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇംബാലൻസ് പ്ലസ് റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻട്രി വിശ്വസിച്ചെടുക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, എടുത്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അതൊരു ഷിഫ്റ്റ് തരികയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാലിസിസ് വീഡിയോ കണ്ടിരുന്ന ആളുകൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മുകളിൽ നമുക്കൊരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഷിഫ്റ്റ് വന്നിട്ട് റീട്രേസ്മെന്റിനുള്ള സാധ്യതയാവാം, എന്ന് വെച്ചാൽ റീട്രേസ്മെന്റ് ലെഗിനുള്ള സാധ്യതയാവാം ഇത് എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ പ്രവർത്തിച്ചു. പക്ഷെ നമ്മുടെ ട്രേഡ് എന്തായിരുന്നു, നമ്മുടെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതാണ് ആദ്യത്തെ ട്രേഡിന് സംഭവിച്ചു. ഞാൻ 15 മിനിറ്റിലേക്ക് ഒന്നുകൂടി മാറ്റിയിട്ട് നമുക്ക് പറയാം. പിന്നെ ഞാൻ ഇടുന്ന സമയത്ത് മാർക്കറ്റ് ഏകദേശം ഇത് ബ്രേക്ക് ആവുന്നതായിരുന്നു, ക്യാൻഡിൽ ബ്രേക്ക് ആവുന്നത്. ഈ ഒരു ഏരിയ ബ്രേക്ക് ആയിരുന്നു, ഇടുന്ന സമയത്ത് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബ്രേക്ക് ആയിട്ട് ഇപ്പം എടുക്കണ്ട, റീടെസ്റ്റ് വരട്ടെ എന്നുള്ളത്. റീടെസ്റ്റ് വന്നു, സത്യത്തിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് റീടെസ്റ്റ് വന്നു. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സിങ്ങിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക് ചെയ്തു, പക്ഷെ അത് എന്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായി, അത് ബ്രേക്ക് ചെയ്തിട്ട് റിജക്ഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നത്തെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പിന്നത്തെ ക്യാൻഡിൽ താഴോട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ എന്താ താഴോട്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് നല്ല സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു മുകളിലോട്ട് പോയി. ഒരു എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തായിരുന്നു, സ്മെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇർഷാദ് മറ്റും പറഞ്ഞ പോലെ തന്നെ സ്മെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മാർക്കറ്റ് മുകളിലോട്ടേക്ക് തന്നെ പോകാൻ സാധ്യതയാണ്. പക്ഷേ മുകളിലോട്ട് പോയി, ആദ്യത്തെ എസ് എൽ അടിച്ചു. രണ്ടാമത്തെ തവണയാണ് നമ്മൾ ശരിക്കും പറ്റിക്കപ്പെട്ടത്. ആർക്കാണ് ആ പറ്റിക്കപ്പെട്ടതെന്ന് തോന്നിയത്, കറക്റ്റ് മാർക്കറ്റ് പറ്റിക്കപ്പെട്ടത്. കാരണം നമ്മുടെ സ്റ്റഡി പ്രകാരം എന്തായിരുന്നു, മാർക്കറ്റ് ഇതിന്റെ ഫുള്ള് ഇതെടുത്തു അല്ലേ, ഇംബാലൻസ് ഫുള്ള് എടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു വീഴ്ച തന്നു ഇവിടെ, അല്ലേ ജിൻസ? ശരിക്കും നല്ലൊരു വീഴ്ച വന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, നിങ്ങൾക്ക് എൻട്രി എടുക്കാം പ്രീ സിഗ്നൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഏരിയയിലേക്ക് തന്നെ വന്നു. അതേ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തു, വലിയൊരു രീതിയിൽ ക്യാൻഡിൽ ഓപ്പോസിറ്റ് വന്നില്ല എന്ന് വെച്ചാൽ ഇതുപോലെ ഉള്ളൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തില്ല. അതിവിടെ ഇങ്ങനെ നിന്നിങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്നുകൂടി മുകളിലോട്ട് പോയി, റെഡ് ഏരിയയിൽ മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്ക് തന്നെ വരും എന്നുള്ള രീതി. ആക്ച്വലി ഇത് നല്ലൊരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പിൽ ഞാൻ പെട്ടു എന്നുള്ളത് തന്നെ പറയാം. അത് നല്ലൊരു ട്രാപ്പായിരുന്നു. ട്രാപ്പിൽ ഞാൻ പെട്ടു. കാരണം ഇവിടെ നിന്നുള്ള എല്ലാ സിഗ്നലും തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ നമ്മുടെ പഠനം അനുസരിച്ച് എന്തായിരുന്നു, ഇംബാലൻസ് എടുത്തു. രണ്ടാമത്തെ എന്താണ്, ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എടുത്തു. അതിനുശേഷം റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വന്ന നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്യാണ്ട് താഴോട്ട് വന്നു, വീണ്ടും താഴോട്ടേക്ക് വന്നു. മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി, വലിയൊരു ശ്രമം മുകളിലേക്ക് നടത്തി കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അതിനേക്കാളും വലിയൊരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നു. അപ്പോൾ ഇത് താഴോട്ടേക്കുള്ള എല്ലാ സിഗ്നേച്ചറും തന്നു, സിഗ്നൽസും തന്നു. എല്ലാ സിഗ്നൽസും തന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതെന്തായി, ഓപ്പോസിറ്റ് പോയി. എനിക്കറിയാം ഇതിൽ കുറച്ച് ജിൻസനൊക്കെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ലോസ് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ജിൻസൺ എന്താ തോന്നുന്നത്, ലോസ് സംഭവിച്ചതിന് ശേഷം? ലോസ് നമുക്ക് സാധാരണ പോലെ അടിക്കാന്ന് പറയുന്നത് നമ്മുടെ ഭാഗമാണ്. അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ എന്ത് ഫീലിംഗ് ആണെന്ന് തോന്നുന്നു. വലിയൊരു ഫീലിംഗ് ഉണ്ടായോ? $800 എന്ന് പറയുമ്പോൾ വലിയൊരു ഫീലിംഗ് ആയിട്ട് തോന്നി? ഇല്ല, അങ്ങനെ തോന്നിയില്ല. നമ്മള് പ്രോഫിറ്റ് എടുക്കുമ്പോൾ അതനുസരിച്ച് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടല്ലോ. ഞാന് ജിൻസനെ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജിൻസൺ പറഞ്ഞതിൽ ഒരു കാര്യം പറയാം. ജിൻസൺ അല്ല, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൂടിയിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഏകദേശം ജിൻസൺ ഏകദേശം $2000 അടുത്ത് ഏൺ ചെയ്തിട്ടുണ്ടാവല്ലോ അല്ലേ, ആ വീഴ്ചയില്? $1600. അതിന്റെ പകുതിയല്ലേ പോയിട്ടുള്ളൂ അല്ലേ?
അതല്ലേ? അപ്പോ എല്ലാവരോടും കൂടി പറയുന്നത് 800 എന്ന് പറഞ്ഞപ്പോ ആരോ വലിയൊരു വലിയ എന്താ ഒരു അത്ഭുത ചിഹ്നം അവിടെ ഇട്ടുണ്ടായിരുന്നു. ജിൻസനെ സംബന്ധിച്ചിടത്തോളം ജിൻസൺ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരാളാണ്. ജിൻസന് അത് ചിന്തിക്കണം. ഞാൻ അത് മുന്നേ പറഞ്ഞിരുന്നു, ജിൻസനോട് എടുത്തു പറഞ്ഞിരുന്നു ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? ഇത് വരുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തും കാര്യങ്ങളും ചിന്തിക്കണം. എനിക്ക് ജിൻസനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ഞാൻ പറയുന്നത്, ജിൻസൺ ലോസ് വന്നതിന് ശേഷം ഒരു ട്രേഡ് പോലും അറ്റൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഈ ലോസ് ജിൻസൺ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏരിയയിൽ ഏകദേശം ഈ ഏരിയയിലൊക്കെ ആയിരിക്കുന്ന, ജിൻസൺ പറഞ്ഞതിലാണെങ്കിൽ ഈ ഏരിയയിലൊക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കും ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കണം ലോസ്. അതായത് എനിക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ. സാറ് പറഞ്ഞ ലെവലിൽ നിന്ന് ഞാൻ എടുത്താണെങ്കിൽ എനിക്ക് അത്രയും ലോസ് വരില്ല. ഞാൻ കുറച്ച് മുന്നേ എടുത്തായിരുന്നു അല്ലെ? അപ്പൊ അത് അവിടെ നിന്ന് താഴോട്ട് പോകുന്ന രീതിയിൽ ഞാൻ എടുത്തത്. ഓക്കെ, എന്നാലും താഴോട്ടാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അല്ല, താഴോട്ട് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് താഴോട്ട് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സിഗ്നലും തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അല്ലേ? എല്ലാ സിഗ്നലും ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇതിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്തതിൽ മാത്രമല്ല, ഇതിനകത്ത് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ആണ് നടത്തിയത് അല്ലെ? ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനെ ഹൈ ബ്രേക്ക് ചെയ്തു, ഇതിന്റെ ഹൈ അടുത്തെത്തി എന്ന് തോന്നുന്നു. അത് ബ്രേക്ക് ചെയ്തോന്നും അറിയില്ല, അപ്പൊ ഇങ്ങനെ വരച്ചുകൊണ്ടാണ്. എന്തായാലും വലിയൊരു അറ്റംപ്റ്റ് നടത്തിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ നടത്തിയത്. അതിനുശേഷം സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽ വീണപ്പോഴാണ് പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. പിന്നെ അവിടുന്ന് താഴോട്ടേക്കാണ് നമ്മുടെ എല്ലാ സ്റ്റഡി എല്ലാം കറക്റ്റാണ്, താഴോട്ടേക്കാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഓപ്പോസിറ്റ് വന്ന സമയത്താണ് നമ്മൾ SL വെച്ച് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് വലിയൊരു ലോസ് ആയിരുന്നു. എനിക്കറിയാം, ആദ്യത്തേൽ ഏകദേശം ഞാൻ കൂട്ടിയിരുന്നത് ഒരു 40 വിപ്പിന്റെ ലോസ് ആണെങ്കിൽ, രണ്ടാമത്തേൽ ഞാൻ കൂട്ടിയിരിക്കുന്നത് 50 വിപ്പിന്റെ ലോസ് ആണ്. പലർക്കും അതിന് വേരിയൻസ് ഉണ്ടായിരിക്കാം. ഞാനൊരു ആവറേജ് എടുത്തിട്ടാണ്, നിങ്ങളുടെ എല്ലാവരുടെ ആവറേജ് എടുത്തിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ 2 ട്രേഡിനും കൂടിയിട്ട് 90 വിപ്പിന്റെ ലോസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. നമുക്ക് അതിന്റെ ഒരു റിയാലിറ്റിയിലും കൂടി ചെക്ക് ചെയ്യണം. അതിനാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ വെച്ചാൽ, റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുക അല്ലെ? നമ്മൾ അനാലിസിസ് ചെയ്ത് അതിന്റെ റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത തവണ എന്ത് ചെയ്യും, കെയർഫുൾ ആവുക അല്ലെ? എല്ലാവർക്കും അതാണ്, അങ്ങനെ ചെയ്യണം ആക്ച്വലി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ജിൻസനോട് പറയുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തോന്നുന്നുണ്ടെങ്കിൽ, ജിൻസൺ ഇതിനും വലിയൊരു എമൗണ്ട് കഴിഞ്ഞ ആഴ്ച ജനറേറ്റ് ചെയ്ത ആളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജനറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏകദേശം ജിൻസൺ 500 മുതൽ 1000 ഇടയിൽ ഡെയിലി ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. അതിലൊരു ദിവസത്തെ, നമുക്കിപ്പോ റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ, ഒരു ദിവസത്തെ ലോസ് സംഭവിച്ചു എന്ന് വിചാരിച്ചാണ്. ബാക്കി അപ്പോഴും ജിൻസന്റെ കയ്യിൽ എന്തുണ്ട്, നല്ലൊരു എമൗണ്ട് ഉണ്ട്. ജിൻസൺ ഉണ്ടാക്കാനും ഒരു കോൺഫിഡന്റ് ഉണ്ട്. കാരണം അറിയാം, ജിൻസൺ എമൗണ്ട് ഇട്ടിട്ട് പതിയെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പൊ ജിൻസന് അങ്ങനെ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. ജിൻസന് എന്ത് ചെയ്യുക, യാതൊരു വിധത്തിലുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, അത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നുള്ളൂ. കാരണം 60 വിപ്പ്, 70 വിപ്പ്, 80 വിപ്പിന്റെ അല്ലേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡ്, ഒറ്റ ട്രേഡ് അടിച്ചാൽ മതി. 80 വിപ്പിന്റെ ഒറ്റ ട്രേഡ്. നമ്മളെല്ലാം വയ്ക്കുന്നത് 80, 90, 100 വിപ്പൊക്കെയാണ് ടാർഗറ്റ് വയ്ക്കുന്നത്. ഒറ്റ ട്രേഡ് അടിച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഒറ്റ ട്രേഡ് അടിച്ച് കഴിഞ്ഞാൽ ജിൻസന് അത് റിക്കവറായി. ഒറ്റ ട്രേഡിന്റെ പരിപാടിയുള്ളൂ, റിക്കവറായി. പിന്നെ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഇതുപോലെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ യാതൊരു വിധത്തിൽ ആരും പേടിക്കണ്ട. ഇന്നത്തെ ലോസ് കണ്ടിട്ട് ആർക്കെങ്കിലും വിഷമം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, യാതൊരു വിധത്തിലും പേടിക്കണ്ട. നമുക്ക് വരും നല്ല ട്രേഡുകൾ, നമ്മുടെ ഇടത്തിൽ തന്നെ വരും. നല്ല ട്രേഡുകൾ വരും, നന്നായിട്ട് നമുക്ക് മൂവ്മെന്റ് കിട്ടുന്ന ട്രേഡുകൾ വരും. ലോസ് നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇതിൻ്റെ ഒരു പാർട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാതിരിക്കുക, നമ്മുടെ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ ഒരിക്കൽ പോലും സ്ട്രാറ്റജിയിൽ നിന്ന് വിട്ട് കളിക്കാതിരിക്കുക. ലോസ് വരുന്ന സമയത്ത് ഇത് വർക്കൗട്ട് ആവാത്ത സ്ട്രാറ്റജി ആണെന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മൾ കൂടുതൽ പഠനം നടത്തുക. ലോസ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പഠനം നടത്തുക. നമ്മൾ വിട്ടുപോകല്ല ചെയ്യേണ്ടത്. കൂടുതൽ പഠനം നടത്തുക. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും സക്സസ് ആവും. സക്സസ് ആവണമെങ്കിൽ ഇതുപോലെ തന്നെ അനാലിസിസ് നടത്തണം. സ്റ്റിക്ക് ഓൺ ചെയ്യണം സ്ട്രാറ്റജിയിൽ. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കഴിവ് വേണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു.